വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ആരാധ്യരായ നാട്ടുകാർ, സനാതന ധർമ്മ രക്ഷയ്ക്ക് വേണ്ടി ഹിന്ദുത്വ അഭിമാനികളായ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ അങ്ങാടിയിൽ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ചോദ്യം ഉണ്ടാകും. എവിടെയാണോ ധർമ്മം സംരക്ഷിക്കപ്പെടേണ്ടത്, എവിടെയാണോ ധർമ്മത്തിന്റെ മൂല്യം അല്ലെങ്കിൽ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നത്, എവിടെയാണോ ധർമ്മത്തിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, അവിടെ വിലക്ക് ഏർപ്പെടുത്തിയപ്പോഴാണ് സനാതന ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഈ അങ്ങാടിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം, മനുഷ്യൻ എന്ന പദത്തിന്റെ വ്യാപ്തി അതൊന്നുകൂടി ഓർത്തെടുക്കണം എന്ന് തോന്നുന്നു ഇത്തരം വിലക്കുകൾക്കിടയിൽ. ദൈവ സൃഷ്ടിയായ മനുഷ്യന്റെ അല്ലെങ്കിൽ എല്ലാ ജീവികളുടെയും, പ്രത്യേകിച്ച് മനുഷ്യന്റെ ഒരു പ്രത്യേകത ചിന്തിക്കും. പറഞ്ഞു മതിയായി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അടച്ചു വെക്കാൻ വായുണ്ട്, വായയ്ക്ക് അടപ്പുണ്ട്. ഇനി ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ ചുണ്ടോണ്ട് അടച്ചു വെക്കാം. കണ്ടു മതിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ കണ്ണിന് അടപ്പുണ്ട്. പക്ഷെ കേട്ട് മതിയായി എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ ചെവിക്ക് അടപ്പില്ല. അത് ദൈവം മറന്നുപോയതൊന്നല്ല, ചെവിയുടെ അടപ്പ് വെക്കാൻ മറന്നുപോയതല്ല. അത് മനുഷ്യൻ എന്ന പദത്തിന്റെ അവനെല്ലാം കേൾക്കണം. വ്യത്യസ്ത വാദഗതികളായിരിക്കാം, ചിന്താഗതികളായിരിക്കാം, അവനെല്ലാം കേൾക്കണം. എല്ലാം കേട്ട് മനനം ചെയ്ത് സ്വന്തമായ അറിവുകൾ രൂപപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ആ മനനം ചെയ്യണമെങ്കിൽ അവനെല്ലാം കേൾക്കണം. എന്തേ ഹിന്ദുവിന്റെ ശബ്ദത്തിന് ചിലർക്ക് ഇത്രമാത്രം അറപ്പും വെറുപ്പും? എന്തേ ഇത്ര ബുദ്ധിമുട്ട് കേൾക്കാൻ? എല്ലാം കേൾക്കണ്ടേ? എനിക്ക് എന്റെ പരിസര പ്രദേശത്ത് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് വരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നല്ല കോൺഗ്രസ് നേതാവ് വരുന്നു എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും സംഘടനയുടെ ഒരു നല്ല നേതാവ് വരുന്നു, പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കേൾക്കാൻ ആകാംക്ഷയാണ്. ഒരിക്കലും എന്റെ പരിസര പ്രദേശത്ത് അവരുടെ ശബ്ദം മുഴങ്ങരുത് എന്ന് ഞാൻ പറയില്ല. എനിക്ക് അത്ര ഭയമില്ല. കാരണം എന്റെ ഉള്ളിലെ ആശയഗതി ആരുടെയെങ്കിലും ഒരാളുടെ പ്രസംഗം കേട്ടാൽ ചാടി പുറത്തേക്ക് പോകാൻ തക്ക വിധത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ കേൾക്കാൻ തയ്യാറ്? കാരണം ഇതെല്ലാം കേൾക്കാനുള്ളതല്ല. ജനാധിപത്യപരമായ ഏറ്റവും ഇതായിട്ട് നമ്മളെല്ലാവരും നമ്മുടേതായ സ്വന്തം അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ ശേഷിയുള്ളവരാണ്. ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവരോടൊപ്പം പോകുന്നവരാണ് സമൂഹം. അത്രമാത്രം ഒരു പക്ഷെ ഒരു വിവരമില്ലാത്തവരാണ് ഷൊർണൂർ നിവാസികൾ. ഒരു അമ്പലത്തിന്റെ പറമ്പിൽ നിന്നുകൊണ്ട് ഹിന്ദുവിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആ പരിസര പ്രദേശത്തുള്ളവരെല്ലാം ഇനി പറഞ്ഞത് തെറ്റോ ശരിയോ എന്ന് ആലോചിക്കാതെ അതിന്റെ പുറകെ ചാടി പുറപ്പെടും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപമാനിച്ചത് ഹിന്ദുവിക്ക് വേണ്ടിയല്ല, അപമാനിച്ചത് അവിടെ വരാൻ ഉദ്ദേശിച്ച നേതൃത്വത്തെ അല്ല, അപമാനിച്ചത് തദ്ദേശീയരായ ജനങ്ങളെയാണ്. നിങ്ങളെയൊന്നും ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറഞ്ഞതിന്റെ പിന്നാലെ ചാടി പുറപ്പെടുന്നവരാണ്. ആണോ? ഷൊർണൂർ നിവാസികൾ ചിന്തിക്കുക. ജനാധിപത്യപരമായ രൂപത്തിൽ നമുക്ക് നമ്മുടേതായ പ്രവർത്തനം നടത്താൻ, സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ ക്ഷേത്രപ്പറമ്പിൽ നമുക്ക് സാധ്യമല്ല എങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും അത് കേൾക്കാൻ അസ്ഥിരയുണ്ടാകുന്നു എങ്കിൽ ചിന്തിക്കൂ, ഇതേ കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും അനുയായികൾ നിശബ്ദ ഭൂരിപക്ഷമായി ഇതിനൊക്കെ തന്നെ ഒരു പക്ഷേ വശംവദരായി ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന നിശബ്ദ ഭൂരിപക്ഷമായ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയുള്ള പള്ളികളിൽ ആര് വരുന്നു, എന്ത് പറയുന്നു എന്ന് എപ്പോഴെങ്കിലും ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിക്കാൻ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. അവിടെ ഇന്നയാള് പ്രസംഗിച്ചാൽ മതി, മറ്റേയാള് പ്രസംഗിക്കണ്ട എന്ന് ഏതെങ്കിലും സമയത്ത് കോൺഗ്രസുകാരനോടോ കമ്മ്യൂണിസ്റ്റുകാരനോടോ അവർ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് ഇടപെട്ടിട്ടുണ്ടോ? വയലിന് നടക്കുന്നു, ഇസ്ലാമിക മതപ്രബോധനം നടക്കുന്നു. ഇന്ന് വരെ എപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തത് മുതൽ ഈ 2016 സെപ്റ്റംബർ മാസം 9-ാം തീയതി വരെ ഇന്ന് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് വയലിന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇന്നയാളെ കൊണ്ടുവന്നാൽ മതി എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ഇസ്ലാമിക സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ എന്തേ ഹിന്ദുവിന് മാത്രം നിങ്ങൾ കൂച്ചുവെല്ലം കെടുക്കുന്നത്? ഹിന്ദു എന്ത് കേൾക്കണം? ഹിന്ദു എന്ത് ചെയ്യണം? ഹിന്ദു എന്ത് പറയണം? ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് അടിമ കടത്തിയ ഒരു സമൂഹമാണോ ഹിന്ദുക്കൾ? സ്വന്തം മതപരമായ അവകാശങ്ങൾ അവർക്കില്ലേ? ഒരുമിച്ച് കൂടാൻ സ്വന്തം വേദനകളാകാം, യാതനകളാകാം, നേട്ടങ്ങളാകാം, ലക്ഷ്യങ്ങളാകാം, ഇവ പരസ്പരം ഒന്ന് പറയാൻ ചിന്തിക്കുക. നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവനായിക്കോട്ടെ, ഒരു പാർട്ടി ഇല്ലാത്തവനായിക്കോട്ടെ, സാമാന്യ ഹിന്ദു ചിന്തിക്കൂ. സ്വാതന്ത്ര്യം കിട്ടി സപ്തതിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 70 വർഷം, 70-ാം സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞു. 70-ാമത്തെ വാർഷികമാണ് ഇനി വരാൻ പോകുന്നത്. സപ്തതി പിന്നിട്ട ഭാരത സ്വാതന്ത്ര്യം ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന് ആ സ്വാതന്ത്ര്യം വിലക്കിയിട്ടുണ്ടോ? 1947 ആഗസ്റ്റ് 15-ാം തീയതി ത്രിവർണ്ണ പതാക വാനിലുയർന്നപ്പോൾ
ഇത് മതേതര രാഷ്ട്രമാണ് എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. മതേതര രാഷ്ട്രമായിരിക്കണം എന്നേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. ഭൂരിപക്ഷത്തിന് അവകാശങ്ങളില്ലാത്തൊരു രാഷ്ട്രമായിരിക്കണം എന്നാരും ചിന്തിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തെ ഒരു മൂലക്കിരുത്തുന്ന രാഷ്ട്രമായിരിക്കണം എന്നും ചിന്തിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തിന്റെ സൗമനസ്യത്തിന്റെ സഹിഷ്ണുതയുടെ മുന്നിൽ അവിടെയാണ് ഇവിടുത്തെ മതേതരത്വം പുലർന്നു പോകുന്നത്. അന്നും ഇന്നും എന്നും ആ സഹിഷ്ണുത എന്നും ഹൈന്ദവ സമൂഹത്തിന്റെ അടുത്ത് ഉണ്ടാകും. അതിൽ വീഴ്ച വന്നാൽ നമ്മൾ ഹിന്ദുക്കളല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടേതായ പ്രശ്നങ്ങൾ, അതിൽ തെറ്റുണ്ടെങ്കിൽ നാളെ മറ്റൊരു കൂട്ടർക്ക് മറുപടി പറയാമല്ലോ, തെറ്റാണ് പറയാമല്ലോ. ഇനി അതല്ല, അത് ഏതെങ്കിലും വിധത്തിൽ മറ്റാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണതാണെങ്കിൽ 153A പ്രകാരം കേസ് ചാർജ് ചെയ്യാലോ. അതിനൊക്കെയുള്ള സാധ്യത ഇവിടെ ഇല്ലേ? നടന്നു കഴിഞ്ഞാൽ 153A പ്രകാരം ചാർജ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം, കേസെടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാം, പ്രസംഗിച്ചവർക്കെതിരെ കേസെടുക്കാം, വന്നവർക്കെതിരെ വേണമെങ്കിൽ പോലും എടുത്തോട്ടെ, നമുക്ക് കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്നിട്ടും എന്തേ ആ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ ഇത് ഇല്ലാതാക്കാനുള്ള മാർഗം നോക്കിയത്? അപ്പൊ സത്യത്തെ ഭയക്കുന്നു. ആരെങ്കിലൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ നുണയുടെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നടിയുമെന്ന് ഭയക്കുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഹിന്ദു ഐക്യവേദിക്ക് ഇപ്പൊ സന്തോഷം. അതാരാ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ തന്നെ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നു. ഇത്രയും വലിയ പ്രസ്ഥാനമായോ നമ്മള്? നമ്മുടെ ശബ്ദത്തെ പോലും ഭയക്കുന്നു ഇവരൊക്കെ. ഇത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ആഗ്രഹിച്ചത്. ഇത് തന്നെയാണ് ആഗ്രഹിച്ച വളർച്ച. ശബ്ദത്തെ പോലും ഭയക്കുന്നു ഇവിടുത്തെ നിസ്സാരക്കാരായ രാഷ്ട്രീയക്കാർ. ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല. ഞങ്ങളെ ഏത് ശക്തി കേന്ദ്രത്തിലും എവിടെയും വന്ന് നിങ്ങൾക്ക് എന്ത് പറയാം, ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല. ഞങ്ങളുടെ അണികളിൽ ഒരാളെ പോലും നിങ്ങളുടെ പ്രസംഗം കൊണ്ട് നിങ്ങൾ പറയുന്ന വഴിക്ക് പോകില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ ഞങ്ങളുടെ ഒരാൾ പോലും പോകില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അണികളെ കൊണ്ടുവന്നിരുത്താൻ? വെറുതെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ, നിങ്ങൾ ആട്ടിത്തൊളിച്ച് പല പരിപാടിക്കും കൊണ്ടുപോകുന്ന സ്ത്രീകളെ നിങ്ങളൊന്ന് തുറന്നു വിട്ടാൽ അവർ ഇവിടെ എത്തും. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ 1-2 പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ? ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ വിട്ടുതരാം നിങ്ങളുടെ പരിപാടികൾ നടക്കുന്നിടത്തേക്ക്. സജീവ രാഷ്ട്രീയമില്ല എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളെ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ നടത്തുന്ന ഏത് പരിപാടിക്ക് മുന്നിലും ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തി തരാം. എത്ര പ്രസംഗം വേണമെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ചോളൂ. നിങ്ങളുടെ ഏത് കൊലകൊമ്പനെ വേണമെങ്കിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ഇരുത്തി തരാം. ധൈര്യം പറയുന്നു ഞങ്ങള്. അക്ഷരാഭ്യാസമില്ലാത്ത ഞങ്ങളുടെ ഒരു വീട്ടമ്മ പോലും ഇവര് പറഞ്ഞതാണില്ലേ ശരി, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അമ്മയോ ഒരു പെങ്ങളോ, ഞങ്ങളുടെ നല്ലൊരു നിഷ്പക്ഷനായ ഒരാൾ പറഞ്ഞില്ലേ. അതേ വിധത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, മത്സരിക്കാനുണ്ടോ? മത്സരിക്കാനുണ്ടോ? നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്നിരുത്തു. ഞങ്ങളുടെ പ്രസംഗ കലയുടെ മിടുക്കുകൊണ്ടല്ല, ആർക്കും പറയാം. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യത്തിന്റെ ശുദ്ധി, അവരുടെ അറിവ്, അവരുടെ അനുഭവം, അത് വെച്ചുകൊണ്ട് തന്നെ ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കാതെ അവിടെ നിന്ന് ഒരാളും പോകില്ല. നിങ്ങൾ പുറത്തുണ്ടാക്കിയ ഒരു മതിലില്ലായിരുന്നുവെങ്കിൽ ആ മതിലിനുള്ളിലും അവരൊക്കെ നമ്മളെ വളരെ താല്പര്യപൂർവ്വം നോക്കുന്നു, വളരെ ഇഷ്ടത്തോടെ. ആ ഇഷ്ടമാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഏതായാലും സന്തോഷമുണ്ട്. അന്ന് ആരാരും അറിയാതെ ഒരു മൂലയ്ക്ക് നടക്കുമായിരുന്ന പരിപാടിയെ ഷൊർണൂർ നഗര ഹൃദയത്തിലേക്ക് പറിച്ചു നട്ടു തന്നതിന് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞത്. നന്ദി ആരോട് തരുന്നത്? ഇങ്ങനെ ചില വേണ്ടാധീനങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്തു തന്ന് നമ്മളെ ഒരാളാക്കി മാറ്റുന്നതിന് പ്രത്യേകമായ നന്ദി പറയാണ്ടിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം കണ്ണൂര് പെരളശ്ശേരി AKGയുടെ തറവാടിനടുത്ത് ഗണേശോത്സവം പരിപാടിക്ക് പോയി. മിനിഞ്ഞാന്ന് ഭയങ്കര ജനം. ഒരു ഗണേശോത്സവത്തിന് മറ്റേ അമ്പലത്തിന്റെ പറമ്പിൽ ഗണപതി വെച്ചുള്ള ചെറിയൊരു ചടങ്ങ്. അന്ന് നിമജ്ജനമൊന്നും അല്ല, അതിന്റെ ഒരു സാംസ്കാരിക സന്ധ്യ മാത്രമാണ്. അവിടെ ചെന്നപ്പോ ഭയങ്കര ജനം. ഞാൻ വിചാരിച്ചു ഇവര് എങ്ങനെ ഇത്രയാളെ സംഘടിപ്പിക്കും ഒരു ചെറിയ ഗണേശോത്സവത്തിന്? കാരണം നിമജ്ജനാണെങ്കിൽ അന്ന് ധാരാളം ആള് വരും. ഒരു സാംസ്കാരിക സന്ധ്യക്ക് എങ്ങനെ ഇത്രയാളെ പങ്കെടുപ്പിച്ചു? അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഫ്ലക്സ് ബോർഡൊന്നും കാണാനില്ല. അമ്പലത്തിന്റെ അടുത്ത് 1-2 ഫ്ലക്സ് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് പറഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റുകാർ വരുത്തിയത് എന്താണെന്ന് പറഞ്ഞത്. കാരണം ഇത് വരുന്നത് ഞാനാണ് എന്നറിഞ്ഞപ്പോ വീട് വീടാന്തരം കയറി പറഞ്ഞത്രേ, പോണ്ട പോണ്ട പോണ്ട, പോകാൻ പാടില്ല, മനുഷ്യനല്ലേ, പോണ്ട എന്ന് പറഞ്ഞപ്പോ ഒന്ന് പോയി നോക്കിക്കളയെന്ന് എല്ലാരും വിചാരിച്ചു. ഒന്ന് പോയി നോക്കിക്കളെ. അവിടുത്തെ പന്തലൊന്നും കൊള്ളാത്ത ജനം. നന്ദി അവരോട് പറയല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ PROമാരായിട്ട് പ്രവർത്തിക്കണം, പബ്ലിക് റിലേഷൻസ്, അതിന്റെ ചുമതല മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും കൊടുത്തിരിക്കുകയാണ്. എന്റെ അടുത്ത് പരിപാടി ഉണ്ട്, ഒന്ന് മുടക്കി തരണട്ടോ എന്ന് ആദ്യം പറഞ്ഞാൽ സംഗതി കുശാലാക്കി തരാം. 5 നയാ പൈസ പരസ്യത്തിന് കളയേണ്ട, പ്രചരണത്തിന് കളയേണ്ട. ആദ്യം കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ ഇന്നടുത്ത് ഒരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ, ഒന്നും മുടക്കി തരണം എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം അവരേറ്റു. വീട് വീടാന്തരം കയറി എന്തൊരു താല്പര്യം. നമുക്ക് എവിടെയാണ് നേരെ ഇരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ
മുസ്ലിം ലീഗുകാരനെ നടത്തുന്ന പരിപാടി തടയാൻ പോകാൻ നമുക്ക് എവിടെയാണ് നേരമുള്ളത്? അതായത് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടൻ അവിടെ വന്ന് സംസാരിച്ചു പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അപ്പൊ സത്യത്തെ ഭയക്കുന്നു. ആ സത്യത്തെ ധൈര്യപൂർവ്വം പറയുക എന്നുള്ളത് തന്നെയാണ് സനാതന ധർമ്മ സംരക്ഷണത്തിന്റെ ആദ്യത്തെ പരിപാടി. സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ ആവശ്യമാണോ? കാരണം സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്നും ഒരുപോലെ ഇരിക്കുന്നത്, എന്നും പുതുതുപോലെ ഇരിക്കുന്നതാണ്, ഒരിക്കലും പഴക്കമില്ല. എന്നും നൂതനമായി ഇരിക്കുന്നതാണ് സനാതനമായി വരുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് നശിക്കുക? ഇനി ഇത് ആരെങ്കിലും കുട്ടിയുടെ നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. വാളും അധികാരവും മുമ്പുമായി ഈ മണ്ണിന്റെ മനസ്സുകളെ കീറി മുറിച്ചുകൊണ്ട് ഇവിടേക്ക് പടയോട്ടം നടത്തിയ സുൽത്താൻമാർ ഈ മണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത്തിരി കാലം ഡൽഹി ഭരിച്ചിരിക്കാം. ആ ഡൽഹി ഭരിച്ചിറങ്ങിപ്പോയി എന്നതിനപ്പുറത്തേക്ക് ഈ മനസ്സ് കീഴടക്കാൻ, ഈ മണ്ണിന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ സുൽത്താൻമാർക്കായില്ല, മുഗളന്മാർക്കായില്ല. അതിനുശേഷം വന്ന യൂറോപ്യൻ ശക്തികൾ, ഫ്രഞ്ച് ആകാം, ഡച്ച് ആകാം, പോർച്ചുഗീസ് ആകാം, ഇംഗ്ലീഷ് ആകാം, അവർക്കാർക്കും ഈ മനസ്സ് കീഴ്പ്പെടുത്താൻ, ഭാരതത്തിന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ അവർക്കാർക്കും സാധിച്ചില്ല. ഈ ധർമ്മത്തെ മുച്ചൂടും നശിപ്പിക്കാൻ പറ്റിയില്ല. സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും ഭരണത്തിന് ശേഷം പിന്നീട് വന്ന തീവ്രവാദികളുടെയും അതുപോലെ തന്നെ ചില മതേതരക്കാരുടെ നെറികേടും ഒക്കെ ആയപ്പോ ഭാരതത്തിന്റെ ഇത്തിരി ഭാഗം മുറിച്ചുകൊണ്ട് പോയി എന്നതിൽ കവിഞ്ഞ് ഈ മണ്ണ് കരതരണങ്ങൾ അറുത്തുകൊണ്ടുപോയി എന്നല്ലാതെ ഈ മണ്ണിന്റെ മനസ്സ് തകർക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദുത്വം എന്ന ഇതിന്റെ ധർമ്മത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോ അന്ന് സുൽത്താൻമാർക്ക് സാധിക്കാത്തത്, അന്ന് മുഗളന്മാർക്ക് സാധിക്കാത്തത് സാധിക്കോ ഇന്ന്? പിന്നെ എന്തിനാണ് ഇത്തരം കൂട്ടായ്മകൾ? സുൽത്താൻമാർക്കും മുഗളന്മാർക്കും സാധിക്കാതിരുന്നത് നമ്മുടെ ജനമനസ്സുകളിലുള്ള ഇതുപോലുള്ള ശ്രദ്ധ കൊണ്ട് തന്നെയാണ്. ഇതുപോലുള്ള ശ്രദ്ധ കൊണ്ട് തന്നെ ഒരുപക്ഷെ മുഗള ഭരണത്തെ ഇല്ലാതാക്കാൻ ഛത്രപതി ശിവജി മഹാരാജിനെ പോലെ അവതാര സദൃശ്യമായ ഒരു വ്യക്തി അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഭാരതത്തിന്റെ സ്ഥിതി? അപ്പോ തീർച്ചയായും ഇതുപോലുള്ള പരിശ്രമങ്ങൾ, സനാതന ധർമ്മത്തെ സനാതനമാക്കി നിർത്താൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ, അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് വിജയിക്കുമ്പോഴാണ് ഈ ധർമ്മം സനാതനമായി മാറുന്നത്. ഒരുപക്ഷെ അന്ന് സുൽത്താൻമാർക്കോ മുഗളന്മാർക്കോ പോലും തോന്നാത്ത വിധത്തിൽ, യൂറോപ്യന്മാർക്കോ തോന്നാത്ത വിധത്തിലാണ് ഇന്ന് പലരുടെയും ചിന്താഗതി കടന്നു പോകുന്നത്. മൂക്കിൽ വലിച്ചു കയറ്റിക്കളയെന്നാണ് ഹിന്ദുത്വത്തിൽ. മൂക്കിൽ വലിച്ചു കയറ്റിക്കളയണം. ചിലർക്കെങ്കിലും തോന്നാം ഇന്ന് ഈ നടക്കുന്നതൊന്നും ഹിന്ദുത്വത്തിനെതിരായുള്ളതല്ല, അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മാത്രം എതിരായുള്ളതാണ്. ഹിന്ദുത്വത്തിനെതിരെയല്ല. ചിലർ പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ എതിർക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയാണ്. ആണോ? നിലവിളക്ക് ആരെങ്കിലും സംഘപരിവാറിന് മാത്രമായി തീരെഴുതി തന്നിട്ടുണ്ടോ? ചിന്തിക്കൂ. ഞങ്ങൾ പറയുന്നത് RSSനെതിരാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരാണ്, ഹിന്ദുത്വത്തിനെതിരല്ല. നിലവിളക്കിന്റെയും നിറവറയുടെയും എന്താണ് പറയുക, സാംസ്കാരികമായ തനിമ നിലനിൽക്കുന്ന കേരളം, അതിനെ സ്ത്രീത്വത്തിന്റെ മുഖമുദ്രയായി അംഗീകരിച്ച കേരളം, അവിടെ അധികാരത്തിൽ കയറിയ ഒരു വിദ്യാസുരൻ, അങ്ങനെ തന്നെ പറയട്ടെ, അധികാരത്തിൽ കയറിയ ഒരു വിദ്യാസുരൻ. പക്ഷെ അദ്ദേഹം പറയുന്നു നിലവിളക്ക് കൊളുത്തണോ, ഇവിടുത്തെ പൊതുജടക്കിൽ വിളക്ക് കൊളുത്തണോ, പ്രാർത്ഥന വേണോ? വേണ്ട. കാരണം എന്താ? വിളക്ക് RSSകാരന് സ്ത്രീധനം കിട്ടിയതാണ്, അല്ലെങ്കിൽ സംഘപരിവാരന്റെ മുതലാണ് വിളക്ക്, അത് ഞങ്ങൾക്ക് തന്നോ? സാമാന്യ ഹിന്ദു ചിന്തിക്കൂ. നിലവിളക്ക് സംഘപരിവാറിന്റെ മാത്രമാണോ? ചിന്തിക്കേണ്ട വിഷയമാണിത്. സംഘപരിവാറിന് മാത്രമായി തന്നെങ്കിൽ വിഷയമില്ല, നമ്മളത് വിട്ടു, അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതോ ഇത് സാമാന്യ ഹിന്ദുവിന്റെ പ്രശ്നമാണ്? അപ്പൊ ഇപ്പോ ഈ ആക്രമണം അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേർക്കല്ല, സാമാന്യ ഹിന്ദുവിനെതിരെയാണ്, ഹിന്ദുത്വത്തിനെതിരെയാണ്. ഇവിടെയാണ് ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായി നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ പടുത്തുയർത്തേണ്ടെന്ന ആവശ്യം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. സംഘടിതമായി ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെകളിൽ മതമൗലികവാദികൾ മാത്രം, തീവ്രവാദികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഭാഷ അതിനേക്കാൾ മോശമായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോഴേ ഈ ധർമ്മം സനാതനമായി നിലനിൽക്കുള്ളൂ. അന്നത്തെ മതമൗലികവാദികളുടെ ഭാഷയാണ് അതിനേക്കാൾ മോശമായി ഇന്നത്തെ രാഷ്ട്രീയക്കാർ എടുക്കുന്നത്. വിളക്കുമലല്ലോ ആദ്യം കണ്ടത്. ഇടതുപക്ഷം അധികാരത്തിൽ കയറി അധികം കഴിയുന്നതിന് മുമ്പ് മന്ത്രി സുധാകരൻ ഒന്ന് കുമ്പിട്ടു. ബഹുമാനം കൊണ്ട് കുമ്പിട്ടതാണ് തെറ്റിദ്ധരിക്കരുത്. കുമ്പിട്ട് തല പൊന്തിച്ചു നോക്കി. തല പൊന്തിച്ചു നോക്കിയപ്പോഴാണ് മൂപ്പർക്ക് പണ്ട് യുറേക്ക എന്ന് പറഞ്ഞ
ആർക്കിവിടി സോഡിയമാര് മൂപ്പര് വലിയൊരു സത്യം കണ്ടുപിടിച്ചത് എന്താ? ഹിന്ദു പുരോഹിതന്മാർ ജെട്ടിയിടാറില്ല. ഹിന്ദു പുരോഹിതന്മാരും സന്യാസിമാരും ഒക്കെ കോണകാണ് എടുക്കുന്നത്. പോരെ കഷ്ടം. ഈ കേരളത്തിന്റെ അധപ്പതനത്തിന് കാരണം എന്താ? സന്യാസിമാരും പൂജാരിമാരും ജെട്ടിയിടുന്നില്ല, കോണ കൊടുക്കണം. ഈ സുധാകരന്റെ അപ്പനപ്പൂപ്പന്മാർ ഇത് വലിച്ചുകൊടുത്തല്ലേ ഈ നാട്ടിൽ നടന്നിരുന്ന എന്തെങ്കിലും വിധത്തിലുള്ള കുഴപ്പമുണ്ടായിരുന്നോ? ചിന്തിക്കൂ. ഇതാണോ കേരളം ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? ഇതിനാണോ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് പറയാ? ജെട്ടി വിപ്ലവം എന്ന് പേരിട്ടാ പോലെ. എന്നാല് ഒരാൾ എന്ത് അടിവസ്ത്രം ധരിക്കണം അത് രാഷ്ട്രീയക്കാർക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? നമ്മള് ഹിന്ദു പുരോഹിതന്മാരും ഹിന്ദു സന്യാസിമാരും അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. സമാജത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴല്ലേ മന്ത്രിമാർ ഇടപെടേണ്ട വിഷയമുള്ളൂ. ഇവിടുത്തെ സന്യാസിമാരോ പൂജാരിമാരോ ജെട്ടിയിട്ടില്ല എന്നോ പാൻറ്റീസ് ഇട്ടില്ല എന്നുള്ളതിന്റെ പേരില് ഇടതുപക്ഷത്തിനോ CPM-നോ ഇടപെടേണ്ട ഏതെങ്കിലും സാമൂഹികമായ വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്? എത്ര ഹൈന്ദവ പുരോഹിതന്മാര്, എത്ര ഹൈന്ദവ പൂജാരിമാര് ലൈംഗിക അതിക്രമത്തിന് ശിക്ഷിച്ചിട്ടുണ്ട്, കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പിഞ്ചു കുട്ടികളെ പോലും ഉപദ്രവിച്ചതിന്റെ പേരിൽ പല മതപണ്ഡിതന്മാരും അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ഹിന്ദു പുരോഹിതന്മാരെ അതിൽ പെട്ടിട്ടുണ്ട്, എത്ര ഹിന്ദു പൂജാരിമാർ അതിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞത്? അവർക്ക് മുന്നിൽ നമസ്കരിക്കുന്ന ഒരു ജനതയോടാണ് പറഞ്ഞത്. ഇതും കമ്മ്യൂണിസവും തമ്മിൽ എന്ത് ബന്ധം? ഇതും മതവും തമ്മിൽ എന്ത് ബന്ധം? ഇത് കഴിഞ്ഞ ഭരണകാലത്തെ ഉണ്ടായിരുന്ന സൂക്കറാണ് സുധാകരന്. അധികാരം വന്നാലേ ഈ ഭരണമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല ലോഹയിട്ട് നടക്കുന്നത്രേ. ഇനി എന്താ ശബരിമല മേൽശാന്തി, ഗുരുവായൂർ മേൽശാന്തി ഒക്കെ ലോഹയിട്ട് പൂജിക്കാൻ പോകണം? എന്താ സുധാകരൻ ഉദ്ദേശിച്ചത്? ഏത് തരത്തിലുള്ള മാറ്റം സുധാകരൻ ആഗ്രഹിക്കുന്നത്? നാളെ പറയില്ലേ താടി നീട്ടി വളർത്തുന്നില്ല, താടി നീട്ടി വളർത്തുന്നില്ല, നാളത്തെ കുറ്റം അതാകില്ലേ? അന്യനെ പോലെ ഹിന്ദുമതത്തെ ആക്കിയെടുക്കാൻ സുധാകരൻ ആര് ലൈസൻസ് കൊടുത്തു? ശശികല ടീച്ചർ ഹിന്ദുത്വം പറയാൻ പാടില്ല, കാരണം വർഗീയവാദിയാണ്. ശരി, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, അതും അംഗീകരിച്ചു. എങ്കിൽ രാഷ്ട്രീയത്തിൽ മതത്തിൽ ഇടപെടാമോ? മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നത് ശരിയാണെങ്കിൽ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുതെങ്കിൽ രാഷ്ട്രീയം മതത്തിൽ ഇടപെടാമോ? ഒരു മതസ്ഥർ എന്ത് അടിവസ്ത്രം ധരിക്കണം ഇത് രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കണമോ? ചിന്തിക്കൂ. അവിടം തുടങ്ങി അടുത്തത് വിളക്ക്. വിളക്ക് വേണ്ട, പ്രാർത്ഥന വേണ്ട. വിളക്ക് കണ്ടുപിടിച്ചത് RSS-കാരല്ല. ഇവിടുത്തെ പൊതുജനങ്ങളിൽ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയത് RSS-കാരല്ല. RSS-കാർക്ക് അവരുടേതായ പ്രാർത്ഥനയുണ്ട്. അതാരും ഒരു പൊതുവേദിയിലും ചെല്ലാൻ ആവശ്യപ്പെടാറില്ല. അവന്റെ പരമപവിത്ര ഭഗവദ്ഗീതത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രണാമം ചെയ്യുമ്പോൾ അവന്റേതായ പ്രാർത്ഥനയുണ്ട്. നമസ്തേ സദാവത്സല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഒരു പൊതുവേദിയിലും ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു പൊതുവേദിയിലും ചെല്ലാറുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് പൊതുവേദികളിൽ ചെല്ലുന്നു. അതിനെന്തിനാണ് വിലക്ക്? ഇവിടുത്തെ പൊതുവേദികളിൽ പ്രാർത്ഥന ചൊല്ലി എന്നതുള്ളതുകൊണ്ട് സുധാകരനാകട്ടെ, സുധാകരന്റെ പാർട്ടിക്കാകട്ടെ, ഇവിടുത്തെ സംസ്കാരത്തിനാകട്ടെ, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്കാകട്ടെ, ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിക്കാകട്ടെ എന്ത് മാറ്റം സംഭവിച്ചു? എന്ത് നാശം സംഭവിച്ചു? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചൊറി കുത്തി പുണ്ണാക്കണത്? പണ്ടൊരു കഥ കേട്ടില്ലേ? പണ്ട് മറ്റേ ഈ പാലൊക്കെ ഇല്ലാത്ത കാലത്ത് ഒരു പുഴ കടക്കാൻ തോണി മാത്രമേ ആശ്രയമുള്ളൂ. ഒറ്റ തോണിക്കാരനെ അവിടെ ഉള്ളൂ. മൂപ്പർക്ക് കുത്തക അധികാരം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊരു തമാശയുണ്ട്. മുട്ടുവരെ വെള്ളത്തിലെത്തി അവിടെ ഇറങ്ങിക്കൊള്ളാൻ പറയും യാത്രക്കാരോട്. എന്റെ തോണി ഇതുവരെ നിവൃത്തിയില്ല, വേറൊരു തോണിയില്ല. മുട്ടുവരെ വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ പറയുമ്പോ പ്രാവി പൊരിച്ചിട്ട് ആൾക്കാർ, കാരണം സ്ത്രീകൾ ഈ സാരിയൊക്കെ മാടി പൊന്തിച്ച് പോകുമ്പോ പറയും ഈ തന്നുള്ള കാലത്ത് ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങി പോവുക. അങ്ങനെ ഇദ്ദേഹത്തിന് വയസ്സായപ്പോ പങ്കായ മകന് കൊടുത്തു. മകന് കൊടുക്കുമ്പോ പറഞ്ഞു, ഇജ്ജ് ബാപ്പാന്റെ പേര് നന്നാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. മകൻ തല പുകഞ്ഞ് ആലോചിച്ച്, പടച്ച തമ്പുരാനെ, എല്ലാരും വെറുതെ ഈ ബാപ്പാന്റെ പേര് ഞാൻ എങ്ങനെ നന്നാക്കാനാ? കാരണം ഈ തന്ത ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നുകൊണ്ടാണ് ആൾക്കാർ ഇറങ്ങിപ്പോണത്. ഇയാളെ പേര് ഞാൻ എങ്ങനെ നന്നാക്കാൻ അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. ബാപ്പയ്ക്ക് കൊടുത്ത വാക്കല്ലേ പാലിക്കണ്ടേ? അവസാനം അവൻ തോണി കുത്താൻ തുടങ്ങി. അവൻ തോണി കുത്താൻ തുടങ്ങിയപ്പോ അരക്കപ്പം വെള്ളത്തിലെത്തിയപ്പോ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഇറങ്ങിയതിന് എന്റെ തോണി ഇതുവരെ പോവുള്ളൂ എന്ന് പറഞ്ഞു. പാപ്പ മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടായിരുന്നു. ഇയാൾ അരക്കപ്പം വെള്ളത്തിലെത്തിയപ്പോ ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാണ്ട് എല്ലാരും ഇറങ്ങി ആകെ നനഞ്ഞ് കുതിർന്ന് പോകുമ്പോ അവര് മനസ്സിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഒത്തിരി ഉറക്കെ പറഞ്ഞത്, ആ തങ്കപ്പെട്ട ബാപ്പാക്ക് എങ്ങനെ ഒരു കുരുത്തം കെട്ട മകണ്ടായി എന്നാണ്. കാരണം ബാപ്പ മുട്ടറ്റം പോയ ആള് പെട്ടെന്ന് നന്നായി. ആ തങ്കപ്പെട്ട ബാപ്പാക്ക് എങ്ങനെ ഒരു കുരുത്തം കെട്ട മകണ്ടായി എന്ന് ചോദിച്ചു. ഇത്രേ ആ നമ്മുടെ അബ്ദുൾ റബ്ബ് എന്ത് മാന്യനാ, എന്ത് മാന്യനാ നമ്മുടെ അബ്ദുൾ റബ്ബെ. കാരണം മൂപ്പര് കത്തിക്കില്ല എന്നല്ലേ പറഞ്ഞോളൂ, ഞാൻ കത്തിക്കില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങൾ കത്തിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവിടുന്ന് ഒരു പടി കൂടി കടന്നില്ലേ? വിളക്കേ വേണ്ട.
വിളക്ക് വേണ്ട വേണ്ട സഖാവേ, നമുക്കൊരു കാര്യം ചെയ്യാൻ നിവർന്നു നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് ചടങ്ങ് തുടങ്ങാൻ മതിയോ? ഈ നാടിന്റെ സംസ്കാരവും പൈതൃകവും അട്ടിമറിക്കാനാണോ ചുവന്ന കൊടി ഈ മണ്ണിൽ കുത്തിയത്? ഒരു നാടിനൊരു സംസ്കാരമുണ്ട്, ഒരു നാടിനൊരു പാരമ്പര്യമുണ്ട്. അത് ഓരോ നാടിനുമുണ്ട്. അറേബ്യയുടെ പാരമ്പര്യമല്ല കേരളത്തിനുണ്ടാവുക, ഇതല്ല ഇംഗ്ലണ്ടിനുണ്ടാവുക. അതൊരു നാടിന്റെ പാരമ്പര്യമാണ്. അത് തിരിച്ചറിയണമെങ്കിൽ തറവാടിത്തം എന്ന് പറഞ്ഞൊരു സാധനം മരുന്നിനെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും. എന്താണ് ആ നാടിന്റെ സംസ്കാരം? അത് മാത്രം മാവേലി സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും വിൽക്കാൻ പറ്റില്ല. ഈ തറവാടിത്തം എന്ന് പറഞ്ഞൊരു സാധനം അത് മാവേലി സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും വിൽക്കാൻ വെക്കാത്തതുകൊണ്ട് തന്നെ, അതില്ലാത്തതുകൊണ്ട് ഇത് തിരിച്ചറിയാനും പറ്റില്ല. എന്താണ് ഒരു നാടിന്റെ സംസ്കാരം? ഒരു സിനിമയിൽ കിണ്ടിയോ കോളാമ്പിയോ കണ്ടാൽ പോലും സഖാക്കൾക്കും ഇടതുപക്ഷ ചിന്തകർക്കും അസ്വസ്ഥതയായിരുന്നു. ഒരു സിനിമയിൽ കിണ്ടി കാണാൻ പറ്റില്ല, കോളാമ്പി കാണാൻ പറ്റില്ല. കിണ്ടിയും കോളാമ്പിയും കണ്ടാൽ അത് ഹിന്ദു വർഗീയതയാണ്, ഫാസിസമാണ്, സവർണമാണ്. ഇങ്ങനെയായിരുന്നു മൂല്യങ്ങൾ. ഇത്തരം ചെറിയ കാര്യങ്ങളെ പോലും അറപ്പോടിയും വെറുപ്പോടിയും കാണുന്നു. ഇവിടെ ഇത്തിരി വോട്ട് കിട്ടി എന്നുള്ളത് കേരളം ഭരിക്കാനുള്ള ലൈസൻസ് ആണ്. 5 കൊല്ലക്കാലം കേരളം ഭരിക്കാനുള്ള ലൈസൻസ്. കണ്ണിക്കണ്ട മതമൗലികവാദികളെയും തീവ്രവാദികളുടെയും ആസനം തടവി തൽക്കാലം ഇത്തിരി MLA-മാരെ ഒപ്പിച്ചു എന്നതിന്റെ ഹുങ്ക് ഒരു സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും നേരെ കാണിക്കുമ്പോൾ അത് സഹിക്കും എന്ന് ചിന്തിക്കണ്ട. എങ്ങനെ MLA-മാരെ ഉണ്ടാക്കിയത്? ഇതൊക്കെ മലയാളിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം MLA-മാരെ എങ്ങനെ കിട്ടിയേ? ഇവിടുത്തെ തീവ്രവാദികളെ നക്കി 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 അവരുടെ വോട്ട് കൊണ്ട് കിട്ടിയ MLA-മാരാണ്. അത് കണ്ട് അത് ഹൈന്ദവ സമൂഹത്തിന് മേലെ അവരുടെ കൊട്ടേഷൻ ടീമായിട്ട് മാറാനാണ് ഭാവമെങ്കിൽ അവരകത്തളങ്ങളിൽ പറഞ്ഞിരുന്നത്, അവര് രഹസ്യമായി ഉത്ബോധനം കൊടുത്തിരുന്നത്, അത് പരസ്യമായി നടപ്പാക്കാൻ ഇവിടുത്തെ NDF-ന്റെയോ സുഡാപ്പിമാരുടെയോ അത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ നടപ്പാക്കാനുള്ള കൊട്ടേഷൻ ടീമായി മാറാനാണ് ഇടതുപക്ഷത്തിന്റെ ഭാവമെങ്കിൽ, CPM-ന്റെ ഭാവമെങ്കിൽ, ചെവിയിൽ നുള്ളിക്കോളോ, നിങ്ങളുടെ അന്ത്യം ഈ കേരളത്തിന്റെ മണ്ണിലായിരിക്കും എന്നുള്ളത്. MLA-മാരെ സ്ഥാനം കണ്ടൊന്നും നെകളിക്കല്ലേ. ഇതിനേക്കാൾ കേമത്തിലായിരുന്നു ബംഗാളില് 3 പതിറ്റാണ്ട് നടന്നത്. കുളത്തിലെ ചണ്ടി വാരണമാരി വാരി കളഞ്ഞില്ലേ? കുളം നിറഞ്ഞ ചണ്ടി വാരി തൂത്ത് കളഞ്ഞില്ലേ ബംഗാളില്? ഞങ്ങൾ ഇറങ്ങും ഒരു ശുദ്ധീകരണത്തിന്, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഇറങ്ങും. തോട്ടി മല ഇങ്ങോട്ട് ഇറങ്ങിയ കുളത്തിലൊരു കഷ്ണം ഉണ്ടാവില്ല ചണ്ടി എന്ന് പറഞ്ഞൊരു സാധനം. ബംഗാളില് പൂത്തൊലഞ്ഞ് നിന്നിരുന്ന കാലമൊക്കെ ഇന്ന് എന്റെ പൂപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തഴമ്പും തപ്പി നടക്കുകയാണെന്ന്. ആകെ ആശ്രയിക്കുന്ന അനാഥ മന്ദിരം പോലെ, അഗതി മന്ദിരം പോലെ ആകെ ഇട്ടിരിക്കുന്നത് ഇവിടെയാണ്, ഈ കേരളത്തില്. ലോകം മുഴുവൻ വാരി ചുരുട്ടി കുട്ടി വലിച്ചെറിഞ്ഞ സാധനം.